അപ്പൊ നിരവധി സിനിമകളിൽ ഒട്ടനവധി മികച്ച പാട്ടുകൾ നൽകിയ ഇദ്ദേഹത്തിന്റെ ഓരോ വർക്കും എടുത്തു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന 3-4 കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയാം. അതിൽ ആദ്യത്തേത്, ഫോർ സം റീസൺ വിദ്യാസാഗർ എന്ന പേര് കേൾക്കുമ്പോൾ എപ്പോഴും എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സമറിൻ ബദ്ലഹേം എന്ന ചിത്രത്തിന്റെ പേരാണ്. അതിലെ എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടും. ഇനി രണ്ടാമത്തത് 96-ലെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ മലയാളത്തിലെ തുടക്കം. എന്റെ ആ തുടക്ക ചിത്രത്തിലൂടെ തന്നെ ആ വർഷത്തെ കേരള സ്റ്റേറ്റ് അവാർഡും ഇദ്ദേഹം സ്വന്തമാക്കി. അപ്പൊ പൊതുവെ മലയാളം സിനിമയിലെ ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം മലയാളികൾ തന്നെയായിരുന്നു അന്നും ഇന്നും. അതങ്ങനെ അല്ലാതെ രണ്ടേ പേരേ ഉള്ളൂ എന്റെ അറിവിൽ. ഒന്ന് SP വെങ്കടേഷ്, മറ്റൊന്ന് ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം, 97-ൽ പുറത്തിറങ്ങിയ മറവത്തൂർ കനവ് എന്ന സിനിമയിലും 2012-ൽ പുറത്തിറങ്ങിയ ഓർഡിനറി എന്ന സിനിമയിലും പടം ഏതാണ്ട് ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു സിമിലർ സിറ്റുവേഷനിൽ 2 പടത്തിലും ഓരോരോ പാട്ടുകൾ വരുന്നുണ്ട്. ഈ 2 പടത്തിലെയും ആ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ കാര്യമൊന്നും അറിയാതെ ഡാൻസ് കളിക്കുന്നുണ്ടാവും, മറുഭാഗത്ത് വേറെ കുറച്ച് ആളുകൾക്ക് എന്തൊക്കെയോ ടെൻഷനും പ്രഷറുമാണ്. അപ്പൊ ഈ 2 സിറ്റുവേഷൻസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആൻഡ് അതിന് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള പാട്ടുകളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ശരിക്കും ആ ട്യൂൺ ഒന്നിന്റെ കോപ്പിയാണെന്ന് പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അതെങ്ങനെയല്ല. മേ ബി മ്യൂസിക്കിൽ ഒരേ രാഗത്തിൽ പാട്ടുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇനി അവസാനത്തെ കാര്യം, ഒരു 2015 ആകുമ്പോഴേക്ക് മലയാളത്തിലെ ട്രെൻഡ് സെറ്ററും ടോപ്പ് മ്യൂസിക് ഡയറക്ടറും ഗോപി സുന്ദർ ആയിരുന്നു. മ്യൂസിക് ഡയറക്ടർ പുള്ളിയാണെങ്കിൽ തന്നെ പടം കാണാൻ ഒരു ആവേശമാണ്. എന്നാൽ അങ്ങനെ ഒരു സമയത്താണ് പൃഥ്വിരാജിന്റെ അനാർക്കലി എന്ന ചിത്രം ഞാൻ കാണാൻ കയറുന്നത്. അതൊരു മ്യൂസിക്കൽ മൂവിയാണ്, ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് സാഗ. ആ ഒരു പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ വന്നു പോകുന്നുണ്ട്. സോ ആ പാട്ടുകൾ ബോറിംഗ് ആയിരുന്നെങ്കിൽ ആ ഒരു ഭംഗിയുള്ള ലൊക്കേഷനിൽ സെറ്റ് ചെയ്തെടുത്ത മികച്ചൊരു സിനിമയുടെ ആസ്വാദനത്തെ തന്നെ അത് ബാധിച്ചേനെ. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ സിനിമയിൽ 5-6 പാട്ടുകളുണ്ട്. അതിൽ ഓരോ പാട്ടും അതിഗംഭീരമായിരുന്നു. അതിലിപ്പോ ഒരു ഫേവറിറ്റ് തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നായികയുടെ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ആ മൊഹബത്ത് എന്നൊരു സോങ് ഞാൻ പറയും. അത് കഴിഞ്ഞ് സാഹിബ, അടുത്തത് ഈ തണുത്ത മണിച്ചുരങ്ങൾ എന്ന സോങ്. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. സോ ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ മാസ്റ്റർ എന്ന വിജയ് സിനിമയില്ലേ, അനിരുദ്ധ് മ്യൂസിക് കൊണ്ട് തകർത്തൊരു പടം. പക്ഷെ ആ പടത്തില് നമ്മുടെ ജുവനൈൽ ഹോമിനകത്തൊരു കബഡി രംഗം വരുന്നുണ്ടല്ലോ. ആ ഭാഗത്ത് വന്ന മ്യൂസിക് ഏതാണെന്ന് ഞാൻ പറയണ്ടല്ലോ. സംഗതി അത് അനിരുദ്ധ് കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു രംഗം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വിജയിയോ അനിരുദ്ധോ ആയിരുന്നില്ല, അത് ഈ പുള്ളിയുടെ പേരായിരുന്നു. ആള് 10-20 കൊല്ലം മുൻപ് ചെയ്തു വെച്ചൊരു മാസ് BGM-ന് ഇപ്പോഴും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന്.